ഹായ് ഡിയർ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലോട്ടാണ് നാം പോകുന്നത്. അതായത് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസ് എന്നുള്ള ആ സെക്ഷൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. അതായത് ഫസ്റ്റ് മോഡ്യൂൾ, നിങ്ങളുടെ സിലബസിലെ ഫസ്റ്റ് മോഡ്യൂൾ ഈ ഒരു വീഡിയോയോട് കൂടി കംപ്ലീറ്റ് ആവും. അതായത് MCU നോൺ MCU ഡിസ്പ്ലേ നമ്മൾ പഠിച്ചു. പ്ലാസ്മ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേൻ്റെ കാറ്റഗറൈസേഷൻ, അതിൽ നമ്മൾ MCU പഠിച്ചു. അതാണ് പ്ലാസ്മ സ്ക്രീനും LED-യും. ഇനി നോൺ MCU ഡിസ്പ്ലേക്കുള്ള എക്സാമ്പിളാണ് LCDയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുകൂടി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഡിസ്പ്ലേ ഡിവൈസ് എന്നുള്ള സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഡിസ്പ്ലേ ഡിവൈസസിലെ LCD ഫുൾ ഫോം എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയിൽ സംഭവിക്കുന്നത്, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 2 പ്ലേറ്റ്സ് ആണ്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും 2 പ്ലേറ്റ്സുകൾ വെച്ചിട്ട് അതിനുള്ളിലൂടെ ഒരു പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ, അതിൻ്റെ സറൗണ്ടിങ്സിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിലൊരു ലൈറ്റ് സോഴ്സിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യുകയും, പോളറൈസ്ഡ് ലൈറ്റ് വഴി ലൈറ്റ് എമിറ്റ് ചെയ്യുകയും നമുക്കത് സ്ക്രീനിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. LCD പ്രൊജക്ടറും അതുപോലെ കാൽക്കുലേറ്റേഴ്സ്, വാച്ചസ് എല്ലാം തന്നെ LCD ഡിസ്പ്ലേ ഉള്ള ഒരുപാട് ഡിവൈസുകളുണ്ട്, നമുക്ക് പരിചയം ഉള്ളതുണ്ട്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആർ ദി ഡിവൈസസ് ദാറ്റ് പ്രൊഡ്യൂസ് എ പിക്ചർ ബൈ പാസിംഗ് പോളറൈസ്ഡ് ലൈറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ് ഓർ ഫ്രം ആൻ ഇൻറ്റേർണൽ ലൈറ്റ് സോഴ്സ്. ഉള്ളിലൊരു ലൈറ്റ് സോഴ്സ് വഴിയോ, ഡിവൈസിനുള്ളിലൊരു ലൈറ്റ് സോഴ്സ് വഴിയോ, അല്ലെങ്കിൽ പുറമേ നിന്നോ ഒരു പോളറൈസ്ഡ് ലൈറ്റ് ഡിവൈസിനുള്ളിലോട്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് LCD വഴി ഡിസ്പ്ലേ സാധ്യമാവുന്നത്. LCD യൂസസ് ദ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ ബിറ്റ്വീൻ 2 ഗ്ലാസ് പ്ലേറ്റ്. 2 ഗ്ലാസ് പ്ലേറ്റുകളാണുള്ളത്. ഈച്ച് ഗ്ലാസ് പ്ലേറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ടു അതർ, ബിറ്റ്വീൻ പ്ലേറ്റ് ഈസ് ഫിൽഡ്. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. 2 ഗ്ലാസ് പ്ലേറ്റുകളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് ഗ്ലാസ് പ്ലേറ്റ്, 2 ഗ്ലാസ് പ്ലേറ്റുകളാണ് സംഘടിപ്പിച്ച്. നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ലിക്വിഡ് ക്രിസ്റ്റലാണ് കാണുന്നത്. പിന്നെ ഇതാണ് പോളറൈസ്ഡ്. ഇതിലൂടെയാണ് പോളറൈസ്ഡ് ലൈറ്റ് ഇത് പാസ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് ഈ കാണിക്കുന്നത്. ഇത് ഓഫ് കണ്ടീഷനാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടക്ടറാണ്, ഇതിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യാം. പിന്നെ ഇതാണ് പോളറൈസർ, ഇതും പോളറൈസറാണ്, ഇതിലൂടെയാണ് പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുക. ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടറാണ് ഇത്, അതായത് ലൈറ്റ് പാസ് ചെയ്യാൻ കഴിയുന്നതാണ് ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടർ. ഫിഗർ അധികം പറഞ്ഞേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. 2 ഗ്ലാസ് പ്ലേറ്റുകൾ. ഈച്ച് പ്ലേറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ, ബിറ്റ്വീൻ പ്ലേറ്റ് ലിക്വിഡ് ഈസ് ഫിൽഡ്. ലിക്വിഡ് ഫിൽഡ് ചെയ്യുന്ന റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ഷേപ്പിലാണ് 2 ഗ്ലാസ്സുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. 1 ഗ്ലാസ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് റോ ഓഫ് കണ്ടക്ടേഴ്സ് അറേഞ്ച് ഇൻ എ വെർട്ടിക്കൽ ഡയറക്ഷൻ. കണ്ടക്ടേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ. നമ്മളെ ഫിഗറിൽ കണ്ടല്ലോ, കണ്ടക്ടർ ലാസ്റ്റിൽ കാണുന്നതാണ് കണ്ടക്ടർ, അതിനെ അറേഞ്ച് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ആൻഡ് ദ ഗ്ലാസ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് റോ ഓഫ് കണ്ടക്ടർ അറേഞ്ചിന് ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും മറ്റൊന്ന് വെർട്ടിക്കൽ ഡയറക്ഷനിലുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു കണ്ടക്ടറാണിത്, ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടർ. ഒന്ന് ഹൊറിസോണ്ടലായിട്ടും ഒന്ന് വെർട്ടിക്കലായിട്ടുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത്. ദ പിക്സൽ പൊസിഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻ്റർസെക്ഷൻ ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഈ 2 ഹൊറിസോണ്ടലും വെർട്ടിക്കലുമാണ് ഈ 2 കണ്ടക്ടേഴ്സിൻ്റെ കൂടിച്ചേരലാണ് ഈ പിക്സലിൻ്റെ പൊസിഷൻ. പിക്സൽ നമുക്കറിയാം പിക് പോയിൻ്റാണ്, അതായത് പിക്ചർ പോയിൻ്റിനെയാണ് പിക്സൽ, അല്ലെങ്കിൽ പിക്സൽ എന്ന് പറയുന്നത്. ഈ പിക്ചറിൻ്റെ ഡെഫിനിഷനാണ് പിക്സൽ എന്ന് പറഞ്ഞത്. ഈ പിക്സലിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത് ഹൊറിസോണ്ടൽ വെർട്ടിക്കലുമായ കണ്ടക്ടറാണ്. അതിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കലായ കണ്ടക്ടേഴ്സിൻ്റെ ഇൻ്റർസെക്ഷൻ വഴിയാണ് പിക്സലിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ കഴിയുക. ദിസ് പൊസിഷൻ ഈസ് ആൻ ആക്റ്റീവ് പാർട്ട് ഓഫ് ദി സ്ക്രീൻ. ആ പൊസിഷനാണ് സ്ക്രീനിൽ ആക്റ്റീവായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുക. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലുമായിട്ടുള്ള ഈ കണ്ടക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പിക്സൽ പൊസിഷൻ. ആ പിക്സൽ പൊസിഷനാണ്
നമുക്ക് സ്ക്രീനിൽ പിക്ചറിൻ്റെ ആ രൂപത്തിൽ കാണപ്പെടുന്നത് ആ ഒരു പൊസിഷനാണ് സ്ക്രീനിൽ നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുക. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0 to 70 degrees Celsius. ഈ LCDൻ്റെ ഒരു പ്രശ്നം തന്നെ ഇത് തന്നെയാണ്. അതായത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് LCD വർക്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കുറേ അഡ്വാൻറ്റേജുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഇതിനും ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഏറ്റവും പറയാവുന്നത് ഇത് തന്നെയാണ്. 0 മുതൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് LCD എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്ലാറ്റ് ആൻഡ് റിക്വയർ വെരി ലിറ്റിൽ പവർ ടു ഓപ്പറേറ്റ്. വളരെ കുറച്ച് പവർ മാത്രം മതി ഓപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ ഫ്ലാറ്റാണ്. അതൊക്കെ തന്നെ എന്താണ് അഡ്വാൻറ്റേജുകളാണ്. ഫിഗറുകൾ കണ്ടിട്ടുണ്ടാവും. ഇനി അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ലോ പവർ കൺസപ്ഷൻ പറഞ്ഞ പോയിൻ്റ്, സ്മോൾ സൈസാണ്, ലോ കോസ്റ്റാണ്, ഫ്ലാറ്റാണ്, തിന്നാണ്, ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുണ്ട്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് അതിനനുസരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ പറഞ്ഞാൽ നമ്മൾ ആ ഡിഗ്രി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത്. LCDs ആർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. 0 to 70 degrees ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ്. പിന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ LED പോലെ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഓരോ ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇമേജ് പിക്ചർ അതിന് വളരെ കോൺട്രാസ്റ്റ് പിക്ചേഴ്സാണ് നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുക. മറ്റ് LED പോലെയുള്ള ഇമേജ് ക്ലാരിഫിക്കേഷൻ LCDയിൽ ഉണ്ടാവില്ല. പിന്നെ കളർ കപ്പാസിറ്റിയും LCDക്ക് വളരെ കുറവാണ്. അത്രയും ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ അല്ല. റെസൊല്യൂഷനും തന്നെ കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ CRT എന്ന് പറഞ്ഞാൽ ഒരുപാട് മുന്നേ ഉള്ളതാണെങ്കിൽ പോലും CRTയുടെ അത്രയുള്ള ഒരു റെസൊല്യൂഷൻ LCDക്ക് ഇല്ല. ഇതൊക്കെ തന്നെ അഡ്വാൻറ്റേജുകളാണ്. അപ്പോൾ LCD എന്നാൽ എന്താണ്? LCD വർക്കിംഗ് മൊത്തമായിട്ട് എന്താണെന്ന് പറയാനില്ല. ജസ്റ്റ് ഫിഗർ കാണാണ്ട് പഠിക്കാനോ വരയ്ക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഫിഗർ കാണിച്ചെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. പക്ഷേ അതങ്ങനെ എക്സാമിനൊന്നും ചോദിച്ച് കാണാമെന്നില്ല. ഈ 2 പ്ലേറ്റുകളും പിന്നെ ഹൊറിസോണ്ടൽ കണ്ടക്ടറും വെർട്ടിക്കൽ കണ്ടക്ടറൊക്കെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരാൻ വേണ്ടി അറിയാത്ത ഒരു മിദ്യയിൽ വെച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ സംഭവം എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ. അതുപോലെ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫിഗർ കാണിച്ചത്. പിക്സൽ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ ഇത്രയാണ് LCDയെ കുറിച്ച് പറയാനുള്ളത്. കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരുപാടൊന്നും ഇതിൽ പഠിക്കാനില്ല. എന്താണ് LCD എന്നും അതിൻ്റെ ജസ്റ്റ് ആ ഒരു വർക്കിങ്ങും പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അതോടുകൂടി നമ്മുടെ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.